ശ്രദ്ധിക്കുക, ഇന്ന് ഈ ലോകത്തിൽ ഉള്ള സകല മനുഷ്യർക്കും എത്ര കോടിയുണ്ട്? ഇപ്പോഴത്തെ ജനസംഖ്യ, ഏറ്റവും ഒടുവിലത്തെ ജനസംഖ്യ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിവേ നിങ്ങൾക്ക് അത് കണക്കാക്കാം. ഈ മനുഷ്യരുടെ മുഴുവനും ജീവൻ നിലനിർത്തുന്നത്, അവന് ശ്വാസം കൊടുക്കുന്നത് ദൈവം കൊടുക്കുന്നവനാണ്, ദൈവം നൽകുന്നവനാണ്. ദൈവം വാങ്ങുന്നവനല്ല, ദൈവം നൽകുന്നവനാണ്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യാക്കോബും പറയുന്നത് ദൈവം നൽകുന്നവനാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. നോക്കണം, എല്ലാ നല്ല ദാനവും പിന്നെ തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുകയാണ്. ഇങ്ങനെ ആദിയോടന്തം ബൈബിൾ പരിശോധിച്ചാൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നവനല്ല, എല്ലാവർക്കും നൽകുന്നവനാണ് വലിയവനായ ദൈവം. ദൈവം ദാതാവാണ്. ദൈവം ആർജിക്കാനിരിക്കുന്നവനല്ല, ദൈവം നൽകുന്നവനാണ്. ഇത് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മഹത്തായ രണ്ടാമത്തെ സവിശേഷതയാണ്. മൂന്നാമത്, ദൈവത്തിന്റെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മൂന്നാമത്തെ മഹത്വം ഈ വാക്യത്തിൽ നിന്ന് 16-ാം വാക്യത്തിൽ, ഒന്ന്, ദൈവം സ്നേഹമാണ്, അല്ലേ? അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. രണ്ട്, ദൈവം ദാതാവാണ്. എന്താണ് ഈ വാക്യത്തിൽ നോക്കിയ ദൈവം ദാതാവാണെന്നുള്ളതിന്റെ തെളിവെന്താണ്? ദൈവം യേശുക്രിസ്തുവിനെ നൽകി. യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം, ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം കർത്താവായ യേശുക്രിസ്തുവാണ്. ഒന്ന്, ദൈവത്തിന്റെ ദാനം യേശുക്രിസ്തുവാണ്. രണ്ട്, നോക്കിക്കേ, ദൈവത്തിന്റെ ദാനം എന്താണ്? സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിന്റെ ദാനം കർത്താവായ യേശുവാണ്. ദൈവത്തിന്റെ ദാനം നിത്യജീവനാണ്. കേട്ടോ, ദൈവം ദാതാവാണ്, ദൈവം സ്നേഹമാണ്. രണ്ട്, ദൈവം ദാതാവ് ആണ്. മൂന്നാമത്, ദൈവം ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നോക്കുക. ഗോഡ് ഈസ് ഇംപാർഷ്യൽ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ വാക്യത്തിൽ അതുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. എന്താ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, ആ വാക്യം നിങ്ങൾ നോക്കിയേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഒരൊറ്റ വ്യക്തിയെയും ഒഴിവാക്കിയിട്ടില്ല. ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏവരെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ മരത്തിന്റെ വേലിക്കെട്ടുകളൊക്കെ മനുഷ്യനുണ്ടാക്കി, അതൊക്കെ സാധാരണ പറയുന്നോണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. സകലരെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ പരിധിയിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ രാവിലെ ഉദിച്ചുയർന്നാൽ ആ പ്രകാശം സകല ജീവജാലങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനും ഒരുപോലെ ലഭ്യമാകുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല. ദൈവം നൽകുന്ന നിത്യജീവനിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല. ദൈവം നൽകുന്ന രക്ഷയിൽ നിന്ന് ദൈവം ആരെയും
ഒഴിവാക്കിയിട്ടില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. സകലരെയും, യഹൂദനെയും യവനനെയും ഉൾപ്പെടെ സകലരെയും ദൈവം രക്ഷിക്കുന്നു. ഗാഡ് ഈസ് ഇംപാർഷ്യൽ. ദൈവത്തിന്റെ രക്ഷയുടെ പരിധിയിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ഒരു ഭാഗം ഇത് വിശദീകരിക്കുമ്പോൾ നമ്മൾക്കൊന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തില് ധന്യനായ പത്രോസ്ലീഹ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുമ്പോൾ, വിജാതീയനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തങ്ങൾക്ക് ആദിയിൽ പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ മേൽ ആത്മാവിനെ പകർന്നതുപോലെ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലും ആത്മപകർച്ച ഉണ്ടായത് കണ്ടിട്ട് പത്രോസ്ലീഹ പറയുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. 34-35 നോക്കുക. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. നോക്കണം, ദൈവം കർത്താവ് ഒരു വലിയ വെളിപാട് നൽകിയാണ് ഈ പത്രോസിനെ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയക്കുന്നത്. ആ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവം ഈ മനുഷ്യനെ, ഈ കൊർന്നല്യോസിനെയും കുടുംബത്തെയും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട പരിവാരങ്ങളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി കണ്ടിട്ട് അപഗതിച്ചിട്ട് പത്രോസ് പറയാണ്, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എനിക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എന്താ? ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതു ജാതിയിലും ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് യഹൂദന് മാത്രമാ രക്ഷ, യഹൂദനെ മാത്രമാ ദൈവം കരുതുന്നതും സ്വീകരിക്കുന്നതുമെന്ന് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. തുടർന്ന് തന്റെ പ്രസംഗം അങ്ങോട്ട് തുടർന്ന് വന്നപ്പോൾ അവരെല്ലാവരും 44-ാം വാക്യം ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏത് ജാതിയിലും പെട്ടവനെ സുവിശേഷം രക്ഷിക്കുക. ദൈവത്തിന് എല്ലാവരെയും വേണം. ദൈവത്തിന്റെ രക്ഷയുടെ പരിധിയിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഈ കുറെ കാലങ്ങളായിട്ട് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരുപദേശമാണ്. അതും ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അതും ഞാൻ പറഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. എന്താ? ദൈവം മുൻ നിയമിച്ചവരെ മാത്രമേ രക്ഷിക്കുന്നുള്ളൂ. എല്ലാവർക്കും രക്ഷയില്ല. രക്ഷയുടെ പരിധിയിൽ എല്ലാവരും ഇല്ല. ദൈവം നേരത്തെ മുൻ നിയമിച്ച കുറച്ചു പേർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ കുറെ ദുരുപദേശങ്ങൾ ഇവിടെ പ്രചരിക്കുന്നു കേട്ടോ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയല്ല, രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ്.
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്നൊക്കെ ഉള്ള കാൽവിനിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്തോ ഒരു ദുരുപദേശങ്ങളാണ്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് അത്. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയാൽ, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. മുൻ നിയമിക്കപ്പെട്ടവർ മാത്രം രക്ഷിക്കപ്പെടാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം അതാ. സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണം. നോക്കണം, അവിടെ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യരും. യോഹന്നാൻ 3-ലേക്ക് മടങ്ങി വരാം. എല്ലാവർക്കും വേണ്ടി ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്, ചിലരെ അല്ല, ലോകത്തെ സ്നേഹിച്ചു. സകല മനുഷ്യരെയും. ദൈവത്തിന് മുഖപക്ഷമില്ല. എത്ര വലിയ സത്യമാണ് എന്ന് പറഞ്ഞാൽ, മിനി ബൈബിൾ, ആ വേദപുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപം വ്യക്തമാക്കപ്പെടുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന വലിയ സത്യം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. 4-ാമതായിട്ട് ദൈവം ആരാണ് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം, 4-ാമത്തെ മറുപടി, ദൈവം ലോകരക്ഷിതാവാണ്. Savior of the world. God is the savior of the world. ഈ ലോകത്തിന്റെ രക്ഷിതാവാണ് വലിയവനായ ദൈവം. ഈ വലിയ സത്യം ഈ വാക്യത്തിലുണ്ട്. കണ്ടോ, ഈ 16-ാം വാക്യത്തിലുണ്ട്. എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. ദൈവം സകലരുടെയും രക്ഷിതാവാണ്. ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രയ്ക്ക് ദൈവം രക്ഷിതാവാണ്. ഇത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യമാണ്. ദൈവം ആരെയും വിധിക്കുന്നവനല്ല, ദൈവം ലോക രക്ഷിതാവാണ്. 17-ാം വാക്യം നോക്കിക്കാട്ടെ. 16-ാം വാക്യം കഴിഞ്ഞിട്ട് 17-ാം വാക്യം നോക്കി. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് സുവിശേഷത്തിന്റെ വലിയ സത്യം. ഈ സുവിശേഷം ലോകത്തോട് പറയുന്നത് ദൈവം ഈ ലോകത്തിന്റെ രക്ഷിതാവാണ്. ദൈവം ലോകത്തിലെ ജീവിക്കുന്ന പാപികളുടെ അന്തകനല്ല. ദൈവം പാപിയുടെ സംഹാരകനല്ല. ദൈവം പാപിയെ നിഗ്രഹിക്കുന്നവൻ അല്ല. ദൈവം പാപിയെ രക്ഷിക്കുന്നവനാണ്. ഇതാണ് മതങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവവും ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവവും തമ്മിലുള്ള സാരതരവും ഗൗരവതരവും ഏറ്റവും ഉന്നതമായ വ്യത്യാസം. ദൈവം രക്ഷിതാവാണ്, ദൈവം രക്ഷിക്കുന്നവനാണ്. ഞാന് പഴയ നിയമത്തിലെ ഒരു വേദഭാഗം ഞാൻ കർത്താവിനെ ആരാധിക്കുമ്പോൾ മിക്കപ്പോഴും ഞങ്ങളുടെ സഭയിലൊക്കെ ഉദ്ധരിച്ച് ആരാധിക്കുന്ന ശിയ്യാ പ്രവചനത്തിലെ ഒരു ചെറിയ അധ്യായമുണ്ട്. വളരെ ചുരുങ്ങിയ വാക്യങ്ങൾ മാത്രമുള്ള ഒരു
ചെറിയ അധ്യായമാണ് 12-ാം അധ്യായം. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം. ആ 12-ാം അധ്യായത്തിന്റെ സവിശേഷത അത് രക്ഷയുടെ അധ്യായമാണ്. രക്ഷയുടെ അധ്യായമാണ്. കേവലം 6 വാക്യങ്ങളേ ഉള്ളൂ ആ അധ്യായത്തിൽ. സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഓരോ വാക്യങ്ങളും സാവകാശം ഒന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വകയാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ അഡ്വാൻസ് ദൈവത്തിന് സ്തോത്രവും മഹത്വം അർപ്പിക്കുക കേട്ടോ. എന്താ ദൈവം പറയുകയാണ്, ഈ അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, യഹോവേ നീ എന്നോട് കോപിച്ചു. ദൈവം പാപത്തിന് നേരെ കണ്ണടയ്ക്കുന്നവനല്ല, ദൈവം പാപത്തിന് നേരെ കോപിക്കുന്നവനാണ്. ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. യാതൊരു തർക്കവുമുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ ഒരു ദൈവവൈതലിന് പറയാറുള്ളത്, ദൈവമേ നീ എന്നോട് കോപിച്ചു. അടുത്ത് പറയുന്ന കണ്ടോ, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുക. നിന്റെ കോപം മാറി. നീ എന്നോട് കോപിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് നിന്റെ കോപം മാറി. മൂന്നാമത് പറയുകയാണ്, നീ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എന്നോട് കോപിച്ചു, എന്നാൽ അങ്ങയുടെ കോപം മാറി എന്നെ ആശ്വസിപ്പിച്ചു. 2-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടുന്ന് എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുകയാണ്, ഇതാ സ്തോത്രം, ദൈവം എന്റെ രക്ഷ. ദൈവം എന്റെ രക്ഷ. യഹോവയായ യാഹന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും. ദൈവം രക്ഷ തന്നു എന്നല്ല, ദൈവം എന്റെ രക്ഷയായി തീർന്നു. രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഇന്ന് രാത്രി, ഇന്ന് എൻ്റെ ഈ വചനം കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ രക്ഷകനായി മാറുകയാണ്. ഞാൻ ആ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. എന്നാൽ ഈ വായിച്ച ഭാഗത്ത് നിന്ന് ഒരു സത്യം പറയാതെ പോയാൽ അത് തികച്ചും ഈ ക്ലാസ്സിനോട് ഞാൻ ചെയ്യുന്ന നീതിയായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവമേ, യഹോവേ അവിടുന്ന് എന്നോട് കോപിച്ചു. എന്നാൽ അങ്ങയുടെ കോപം മാറിപ്പോയി. അങ്ങയുടെ കോപം മാറി എന്നെ ആശ്വസിപ്പിച്ചു. ഇന്ന് ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ എല്ലാവരും. എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഉത്തരം പറയും. ദൈവം എന്നോടാ കോപിച്ചു, എന്നാൽ ആ കോപം മാറി. എന്നോടുള്ള ആ കോപം എങ്ങോട്ടാ മാറിയത്? എങ്ങോട്ടാ മാറിപ്പോയത്? കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്. ദൈവത്തിന് സ്തോത്രം. എന്റെ മേൽ വരേണ്ടിയിരുന്ന ദൈവ കോപം തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ, യോഹന്നാൻ 3:10, തന്റെ പുത്രന്റെ മേൽ ദൈവം അയച്ചിട്ട് ആ കോപത്തിന്റെ കാഠിന്യം മുഴുവനും ദൈവപുത്രന്റെ മേൽ ഇറക്കിയിട്ട് എന്നെ രക്ഷിച്ച, എന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, നീ എന്നെ
ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം. സ്തോത്രം. കോപം പുത്രന് കൊടുത്തു, ആശ്വാസം എനിക്ക് തന്നു. ഇതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷിതാവായ ദൈവം. കണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: ദൈവം ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇത് പഴയ നിയമ പുതിയ നിയമ തിരുവെഴുത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്ന ഏറ്റവും വലിയ സത്യമാണ്. ലോകത്തിൽ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടേണ്ടത് ഇതാണ്: ദൈവം ലോകരക്ഷിതാവാണ്. അഞ്ചാമതായി ഇതിനൊരു മറുപുറം കൂടെ ഉണ്ട്. എന്താ? God is the judge of the world. ദൈവം ലോകത്തിന്റെ ന്യായാധിപതിയും ആണ്. ഈ 16-ാം വാക്യത്തിൽ ആ സൂചന 16-ാം വാക്യത്തിലുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ വിശ്വസിക്കാത്തവന് വരാൻ പോകുന്ന ന്യായവിധി നശിച്ചു പോകാതെ എന്നൊരു വചനം കണ്ടോ? ഒരു വാക്ക് അവിടെ ഉണ്ട്, നശിച്ചു പോകാതെ. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവനുണ്ട്. എന്നാൽ പുത്രനിൽ വിശ്വസിക്കാത്തവനോ? നോക്കുക 19-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതിയാൽ ന്യായവിധി വന്നു കഴിയും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താ? ക്രിസ്തുവിൽ ദൈവപുത്രനിൽ ദൈവം അയച്ച അവിടുത്തെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്, അവന് നിത്യജീവൻ. ഈ കൃപായുഗത്തിൽ പെന്തക്കോസ്ത് നാൾ മുതൽ സഭായുഗം തീരുന്ന ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ, ആ നിമിഷം വരെ, കാഹളം ധ്വനിക്കുന്നിടം വരെ ഈ കൃപായുഗത്തിൽ ആരൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, സ്തോത്രം, അവർക്കെല്ലാവർക്കും രക്ഷിക്കപ്പെടാം. അവർക്കെല്ലാവർക്കും നിത്യജീവനുണ്ട്. അവർ ന്യായവിധിയിലാകയില്ല. എന്നാൽ ഒരു ന്യായവിധി ഉണ്ട് കേട്ടോ. ഒരു ന്യായവിധി ഉണ്ട്. ആർക്കാണ് ന്യായവിധി? 18-ാം വാക്യം എന്താ? വിശ്വസിക്കുന്നവന്, ദൈവത്തിന്റെ ഏകജാതനായവനിൽ, ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയാൽ അവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അവന്റെ മേൽ ന്യായവിധി ഉണ്ട്. 36-ാം വാക്യത്തിൽ അത് ക്ലിയർ ആണ്. ഒടുവിലത്തെ വാക്യം: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ തലയിൽ അവൻ പേറുകയാണ്. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം അമേരിക്കയിലുള്ള ദൈവമക്കൾക്കൊക്കെ ഇപ്പൊ രാത്രി ആയിരിക്കില്ല. ആരെങ്കിലും ക്ലാസ്സിൽ സംബന്ധിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സമയത്ത് ദൈവം ഏതൊരു വ്യക്തിക്കും രക്ഷിതാവാണ്. എന്നാൽ സമയം കഴിയും. രക്ഷകനായ കർത്താവ് ന്യായാധിപതിയായി
വെളിപ്പെടാൻ പോവുകയാണ്. രക്ഷ ഇന്ന് സൗജന്യം. വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ വലിയവനായ ദൈവം നൽകുകയാണ്. എന്നാൽ ന്യായവിധി, ദൈവം ന്യായം വിധിക്കുന്നവനാണ്. പാപത്തെ ദൈവം ശിക്ഷിക്കും. ഇനിയും എല്ലാവരും ഒന്ന് ചിന്തിക്കണേ. എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചാണ്, എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഉള്ളത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 14 മുതൽ 14 മുതൽ 21 വരെയും 31 മുതൽ 36 വരെയുമുള്ള വാക്യങ്ങൾ വായിച്ച് ആ ഭാഗങ്ങൾ ഒന്ന് നോക്കി. ഞാനൊരു ഹോംവർക്ക് നൽകുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗം ഒന്ന് വായിച്ചിട്ട് സംബന്ധിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്ന് വായിച്ച് സംബന്ധിക്കുന്നത് സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഇവിടെ ദൈവത്തിന്റെ ന്യായവിധി ആർക്കാ വരുന്നത്? ആരെയാ ന്യായം വിധിക്കുന്നത്? ആരെയാ ന്യായം വിധിക്കുന്നത്? ദൈവത്തിന്റെ ന്യായവിധിക്ക് രണ്ട് വ്യവസ്ഥ കണ്ടോ. ഒന്ന്, പുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ളതാണ് ആദ്യത്തെ വ്യവസ്ഥ. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തില്ല? ന്യായവിധി ഇല്ല. കേട്ടോ? ആരും തർക്കിക്കണ്ട, ആരും സംശയിക്കണ്ട. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ ആ നിമിഷം അപ്പോൾ തന്നെ അവന് ലഭിക്കുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ അവന്റെ തലയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അവന്റെ ജീവിതത്തിൽ മുദ്രയിട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ അവൻ എപ്പോൾ മരിച്ചാലും, എപ്പോൾ യേശു കർത്താവ് വന്നാലും, ആ ഒരൊറ്റ ക്ലോസ് നിമിത്തം, ശ്രദ്ധിക്കുക, ആ ഒരൊറ്റ കാരണം കൊണ്ട്, സ്തോത്രം, അവന് ന്യായവിധിയില്ല. ഒരേ ഒരു കാരണമാണ്, ഒരേ ഒരു വ്യവസ്ഥയാണ് ഒരു വ്യക്തിയുടെ ന്യായവിധി ഒഴിവാക്കുന്നത്. ഒറ്റ വ്യവസ്ഥയാണ്. എന്താ? പുത്രനിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുക. ഞാന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇത് കഴിഞ്ഞിട്ട് ഇത് യൂട്യൂബിൽ വരും, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് തന്നെ 300ഓളം പേര് ആയി ഇപ്പോ. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോ, ആ ക്ലാസ് ശ്രദ്ധിച്ചവർ പലരും അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാ എനിക്കിതൊക്കെ ഞാൻ നോക്കുന്ന എന്തിനാന്നറിയാമോ? എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ചെയ്ത ഒരു ശുശ്രൂഷയിൽ അതിന്റെ ഫലം എന്തായി എന്നുള്ളത് അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ഈ പറയാൻ വന്നത്, ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് യൂട്യൂബിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ വ്യക്തമാക്കുക, ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ, സ്വർഗത്തിന്റെ അവകാശിയായി തീരാൻ രണ്ട് വ്യവസ്ഥ ഇല്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. 18ാം വാക്യം കണ്ടില്ലേ? അവനിൽ വിശ്വസിക്കുന്നവന്, ചുവന്ന മഷിക്ക് അടിവരയിടണം. ഇല്ല, 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 ന്യായവിധി ഇല്ല. അതിനൊറ്റ വ്യവസ്ഥയുള്ളൂ, പുത്രനിൽ വിശ്വസിക്കുക.
സ്തോത്രം. ഇനി രണ്ടാമത്, ആർക്കാണ് ന്യായവിധി ഉള്ളത്? പുത്രനിൽ വിശ്വസിക്കാത്തവന്. എന്റെ സ്നേഹിത, എന്റെ സഹോദരി, ഈ തുടർന്ന് യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മതം, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ കുലം, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും ഒരു മത നേതാവും നിങ്ങളെ രക്ഷിക്കയില്ല, ഒരു കർമ്മവും നിങ്ങളെ രക്ഷിക്കയില്ല. ഞാൻ ഉറപ്പിച്ച് അടിവരയിട്ട് പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. നിന്റെ ന്യായവിധി മാറിപ്പോകണോ? രണ്ടു വഴിയില്ല, ഒറ്റ വഴി. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ആമേൻ. കേട്ടോ? ഇതിൽ കൂടുതൽ ശക്തമായിട്ട് എനിക്ക് പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. വ്യക്തമാക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നരകത്തിൽ പോകരുത്. അതിനുള്ള ഏക മാർഗം സിമ്പിളായി, വളരെ ലളിതമായി ദൈവവചനം വ്യക്തമാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എത്ര ലളിതമാണ്! സ്തോത്രം. 14-ാം വാക്യം, പാളയത്തിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ, താമ്ര സർപ്പത്തെ ഒന്ന് നോക്കുക. മാനവജാതിയുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം കാൽവരി മലയിൽ ആ കർത്താവ് പിതാവായ ദൈവം ഉയർത്തിയ കുരിശ് എന്ന കൊടിമരത്തിൽ കിടക്കുന്ന യേശു ക്രിസ്തു എന്ന ഏക രക്ഷാമാർഗത്തെ ആര് നോക്കുന്നോ, ആര് വിശ്വസിക്കുന്നോ, അവർക്കാണ് നിത്യജീവൻ. യേശു ക്രിസ്തു വ്യക്തമാക്കി, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിനക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും. ഇനിയും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത ആശയത്തിലേക്ക് വരാം. ദൈവസ്നേഹത്തിന്റെ 7 പ്രത്യേകതകൾ കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേട്ടോ? ദൈവസ്നേഹത്തിന്റെ 7 പ്രത്യേകതകൾ കൂടെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ്, എന്താ ന്യായവിധി? യേശുക്രിസ്തു ന്യായവിധി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് ഒന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ ഇവിടേക്ക് വരാം. 19-ാം വാക്യം നമ്മുടെ പാസ്റ്റർ ആണ് എനിക്ക് വായിച്ചു തന്നുകൊണ്ടിരുന്നത്. 19-ാം വാക്യം എന്താ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് ന്യായവിധി. ന്യായവിധി എന്താ? വെളിച്ചം ഇവിടെ ഉണ്ട്. ആരാണ് വെളിച്ചം? ആരാണ്? സ്തോത്രം, കർത്താവായ യേശു. പക്ഷേ മനുഷ്യൻ ഈ വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടമല്ല. ഈ വെളിച്ചത്തെക്കാളേറെ അവനിഷ്ടം ഇരുളാണ്. എന്താ കാരണം എന്നറിയാമോ? അവന്റെ പ്രവൃത്തി ദോഷമുള്ളത്. ആ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിക്കുന്നു. ഇത് ഞാനിപ്പം എനിക്കിത് വളരെ ഇഷ്ടമുള്ള, വ്യാഖ്യാനിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു ഭാഗമാണ്. വളരെ നമ്മൾക്ക് മനസ്സിലാകത്തക്ക വിധം എനിക്ക് പറയാൻ പറ്റും. ഒരു കള്ളൻ ഒരിക്കലും വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഇഷ്ടപ്പെടുന്നത് ഇരുട്ടിനെ. കാരണം അവന് തന്നെ അറിയാം അവൻ ചെയ്യുന്ന പ്രവൃത്തി ദോഷം. അത് വെളിച്ചത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നവനറിയാം. വെളിച്ചത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ വെളിച്ചത്തിൽ ചെയ്യുന്നവനാണ്
അവന്റെ ഉള്ളിലാണ് സത്യമുള്ളത്. കർത്താവ് അത് വ്യക്തമായിട്ട് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക്. സത്യം അകത്തുള്ളവൻ, സത്യം പ്രവർത്തിക്കുന്നവൻ, അവൻ എപ്പോഴും വെളിച്ചത്തിൽ. എന്തെങ്കിലും അസത്യത്തിന്റെ ലാഞ്ചനയുള്ളവന് ഒരിക്കലും വെളിച്ചത്തെ ഇഷ്ടമല്ല. അസത്യത്തിന്റെ ലാഞ്ചന, കള്ളത്തിന്റെ ലാഞ്ചനയുള്ളവന് അവന് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ദൈവ സ്നേഹത്തെ സംബന്ധിച്ച് 16-ാം വാക്യം ദൈവസ്നേഹമാണ് അല്ലേ? ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന്റെ 7 സവിശേഷതകൾ, ദൈവസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട 7 പ്രത്യേക സത്യങ്ങൾ, സവിശേഷതകൾ എന്നതിലുപരി ദൈവസ്നേഹത്തെ സംബന്ധിക്കുന്ന 7 യാഥാർത്ഥ്യങ്ങൾ ഈ 16-ാം വാക്യത്തിലുണ്ട്. ഒന്ന്, ദ സോഴ്സ് ഓഫ് ഗാഡ്സ് ലവ്. ദൈവസ്നേഹത്തിന്റെ ഉറവിടം, അതിന്റെ സോഴ്സ് നോക്കണം. ദൈവം സ്നേഹിച്ചു. ദൈവമാണ് സ്നേഹത്തിന്റെ ഉറവിടം. ദൈവം സ്നേഹമാണ്. ഞാന് സമയപരിമിതി കൊണ്ടാണ്, കാരണം നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ക്ലാസ്, അതുകൊണ്ടാണ് ഞാനിത് സാധിക്കുന്നത്ര സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹം അതിന്റെ സോഴ്സ് ദൈവമാണ്. ഞാൻ അതിങ്ങനെ വ്യക്തമാക്കാം. ലോകസ്നേഹവും മാനുഷിക സ്നേഹവും ദൈവസ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസം. ഞാൻ എഴുതിയ സ്നേഹത്തിന്റെ ഭാഷ്യം എന്ന ഗ്രന്ഥത്തിൽ അത് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവ സ്നേഹം എന്നുള്ളത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. മിക്കപ്പോഴും അത് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ സ്നേഹത്തിന്റെ വിപരീത സ്വഭാവമാണ് ദൈവസ്നേഹത്തിന് പലപ്പോഴും ഉള്ളത്. അത് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്കത് വ്യക്തമാകുന്ന കാര്യം. മാനുഷിക സ്നേഹവും ലോകസ്നേഹവും ദൈവസ്നേഹവും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കുന്ന സത്യവുമാണ്. ഞാനിങ്ങനെ പറയാം, ദൈവം എപ്പോഴും നല്ലവരെ മാത്രമല്ല, നല്ലവരെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല. ദൈവം ശത്രുവിനെ, ദൈവത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ ദൈവത്തിനെ സ്നേഹിക്കാൻ കഴിയും. നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്, അത് ദൈവത്തിന് കഴിയും. ദൈവമാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടം. രണ്ടാമത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം, the nature of God's love. ദൈവ സ്നേഹത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ. എന്താണ് ദൈവസ്നേഹത്തിന്റെ സ്വഭാവം? ഈ വാക്യത്തിലുണ്ട്, സോ ലവ്. അത്രയ്ക്ക് ദൈവം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം, അത്രയ്ക്ക് ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ ഉണ്ടല്ലോ,
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, മലയാളത്തിൽ ഇല്ലാത്ത വാക്കാണ്, ദൈവം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് സ്നേഹിച്ചു. ആ എത്രയ്ക്ക് എന്നുള്ള ആ ചോദ്യവും ഉത്തരവും നിങ്ങൾ എഴുതുക. എത്രയ്ക്ക് സ്നേഹിച്ചു? എത്രമാത്രം സ്നേഹിച്ചു? സ്വന്തം പുത്രൻ കാൽവരിയിലെ കൊലമരത്തിൽ പിടഞ്ഞു മരിക്കുമ്പോൾ രക്ഷിക്കണേ എന്നുറക്കെ വിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കാതെ നമ്മളെ സ്നേഹിച്ച സ്നേഹം, അത്രയ്ക്ക് ദൈവം നമ്മളെ സ്നേഹിച്ചു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 3, ദൈവ സ്നേഹത്തിന്റെ വിഷയം, the subject of God's love. ദൈവ സ്നേഹത്തിന്റെ വിഷയം ആരെയാ സ്നേഹിച്ചത്? ലോകത്തെ സ്നേഹിച്ചു. 1, ദൈവസ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ്. 2, ദൈവസ്നേഹത്തിന്റെ സ്വഭാവം അത്രയ്ക്ക് സ്നേഹിച്ചു. 3, ഈ വാക്യത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വലിയൊരു വസ്തുതയാണ് ദൈവം സ്നേഹിച്ച ദൈവസ്നേഹത്തിന്റെ വിഷയം. ദൈവം ആരെയാണ്, ദൈവം എന്തിനെയാണ് സ്നേഹിച്ചത്? ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് പറയുന്ന വാക്ക് ഞാൻ ആ പുസ്തകത്തിൽ അത് കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ അർത്ഥത്തിൽ ബൈബിളിൽ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ അർത്ഥത്തിൽ. ഒരുപാട് അർത്ഥങ്ങളിൽ ലോകം എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യവർഗത്തെയാണ്. ദ മേൻകൈൻഡ്, മനുഷ്യവർഗത്തെ, ആദാമ്യ കുലത്തിൽ ജനിച്ച് ജീവിക്കാൻ പോകുന്ന സകല മനുഷ്യരെയും ദൈവം സ്നേഹിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. സ്നേഹിക്കുന്നു എന്നല്ല, സ്നേഹിക്കും എന്നുമല്ല, പിന്നെ സ്നേഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവരിയിലെ ക്രൂശ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. കേട്ടോ, ഇത് ഒരു ഭൂതകാല ക്രിയയിലുള്ള പ്രയോഗമാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇനിയും എത്ര സ്നേഹിക്കണം ദൈവം? സ്വന്തം പുത്രനെ നമുക്ക് നൽകി നമ്മളെ സ്നേഹിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്തായ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ വിഷയം ഈ ലോകമാണ്. ലോകത്തെ സ്നേഹിച്ചു. എല്ലാം ആ വചനം കൂടെ ചേർത്ത് എഴുതണേ, എങ്കിലേ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. 4, ദൈവസ്നേഹത്തിന്റെ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിന്റെ ദാനം. എന്താണ് ദൈവസ്നേഹത്തിന്റെ ദാനം? തന്റെ ഏകജാതനായ പുത്രനെ നൽകി. ദൈവത്തിന്റെ സ്നേഹത്തിന്, ആ സ്നേഹം എനിക്കും നിങ്ങൾക്കും നൽകിയ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവ സ്നേഹത്തിന്റെ ദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ വചനത്തിലെ ആ ഭാഗം ഉദ്ധരിച്ചാൽ, അത് തന്നെ ഉദ്ധരിച്ചാൽ, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് ദൈവ സ്നേഹത്തിന്റെ ദാനം. ഞാന് ഇവിടെ മാത്രം നിൽക്കുക കേട്ടോ.
വാക്യങ്ങൾ, വചനങ്ങൾ ഇഷ്ടം പോലെ എടുക്കാനുണ്ട് ഇതിനോട് ചേർത്ത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം എന്താ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഈ വചനത്തിന്റെ, ദൈവ സ്നേഹത്തിന്റെ ദാനം എന്നുള്ളതിൽ ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന ഒരു വചനം അവിടെയുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? ദൈവത്തിന്റെ ദാനം എന്താ? സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ പുത്രനെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. എനിക്കിതൊക്കെ വളരെ ഭംഗിയായിട്ട് ദൈവകൃപയാൽ വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ ഞാനത് അതിന് സമയം ഇപ്പൊ വിനിയോഗിക്കാൻ പറ്റും. ഏൽപ്പിച്ചു തരിക, ആദരിക്കാതെ ഏൽപ്പിച്ചു തരിക. പണ്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നോ? ഒരു ഫുട്ബോൾ കോർട്ടിൽ ഒരു റഫറി 22 പേർക്ക് ഇഷ്ടം പോലെ തട്ടാൻ ഒരു ബോള് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആദ്യത്തെ വിസിൽ. ആ വിസിൽ അടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് കൊടുക്കുക, തട്ടിക്കോ എന്ന് പറഞ്ഞ്. ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ സ്നേഹത്തിന്റെ മുഴുവൻ പൂർണ്ണതയും പകർന്നു വെച്ച ആ പുത്രനെ എനിക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു, ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി. മനുഷ്യൻ യേശുവിനെ ഉപദ്രവിച്ചത് ഏതൊക്കെ വിധത്തിലാണ്? കൽവരിയിലെ കൊലമരത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം നമ്മൾ കാണുകയാണ്. സ്വന്തം പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്നതാണ് ദൈവ സ്നേഹത്തിന്റെ ദാനം. 5, the purpose of God's gift, God's love. ദൈവ സ്നേഹത്തിന്റെ ഉദ്ദേശം. ദൈവം എന്തിനാ നമ്മളെ സ്നേഹിച്ചത്? ദൈവ സ്നേഹത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ വലിയ കാശുകാരാക്കാനും നമ്മളെ വലിയ പണക്കാരാക്കാനും നമുക്ക് വലിയ വീടും കാറും എല്ലാ സൗകര്യങ്ങളും തരാൻ വേണ്ടിയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? The purpose of God's love is eternal life. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. എനിക്ക് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്, എന്നെ സ്നേഹിച്ചത്, നമ്മെ സ്നേഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. 6, ദൈവ സ്നേഹത്തിന്റെ പരിധി. The scope of God's love. ദൈവ സ്നേഹത്തിന്റെ പരിധി എവിടെ വരെയാണ്? സ്തോത്രം. ഇവിടെ ഒരു വാക്കുണ്ടല്ലോ, ഏവനും. ഏവനും. യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിന്റെ സാർവത്രികത. സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുകയാണ്. ഒരു വിവേചനവും ദൈവ സ്നേഹത്തിനില്ല. The scope of God's love. ദൈവ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് ആരെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല. ഒടുവിലായി ദൈവ സ്നേഹത്തിന്റെ വ്യവസ്ഥ. എന്താണ് ഈ സ്നേഹം? മനുഷ്യന് ആർജിക്കാനുള്ള ദൈവത്തിന്റെ ക്ലോസ്, ദൈവത്തിന്റെ കണ്ടീഷൻ, ദൈവത്തിന്റെ വ്യവസ്ഥ എന്താണ്? സ്തോത്രം. ഒറ്റ വ്യവസ്ഥയുള്ളൂ ഈ ദൈവസ്നേഹം ആർജിക്കാൻ. കണ്ടോ? 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക.
ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒറ്റ വ്യവസ്ഥ, സ്തോത്രം, ആർക്കും സാധിക്കുന്ന വ്യവസ്ഥ, ഒരു പൈസ ചെലവില്ലാത്ത വ്യവസ്ഥ. വിശ്വസിക്കുക. കർത്താവായ യേശു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ഇന്ന് എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്ന അവസരമാകട്ടെ ഇത്. ഇങ്ങനെ യേശു കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവന്റെ ഈ ദൈവസ്നേഹത്തിന്റെ ഭാഗമായി തീർന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കാൻ ശ്രമിച്ചത്. ഒന്ന്, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ആരാണ്, നമ്മുടെ പഠന ഭാഗത്തെ കേന്ദ്രമാക്കി. 2, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള 7 അനുഗ്രഹീതമായ പാഠങ്ങൾ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് കേവലം നമ്മൾ കേട്ട് ആസ്വദിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം മറ്റുള്ളവരോട് ഈ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ആശീർവദിക്കുമാറാകട്ടെ.